ഹലോ ഗായ്സ്, അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ച് റാൻഡം പ്ലേയേഴ്സിൻ്റെ കൂടെ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ റാൻഡം പ്ലേയേഴ്സിൻ്റെ കൂടെ ഒരു മാച്ച് സ്റ്റാർട്ടാക്കി. ഞാനാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് G18 കൂടി എടുത്തു. G80 ആണെങ്കിൽ ഇപ്പോൾ നല്ല ഹെഡ് കയറുന്നതുകൊണ്ട് പിന്നെ പേടിക്കാനുമില്ല. അങ്ങനെയങ്ങ് ഞാൻ കയറിപ്പോയി. നമ്മുടെ ടീമേറ്റ് എല്ലാം കൂടി എവിടേക്കോ പോയി. എൻ്റെ ഒന്നിച്ച് ഒരുത്തനുണ്ട്. ഞാൻ ഇവിടെ പോകുമ്പോൾ ഇവിടെ ഒരുത്തൻ കണ്ട് അങ്ങനെ പുറകിൽ നിന്ന് അടിക്കാറിൽ വെച്ച് കയറിപ്പോയി. എൻ്റെ അവിടെ കുടുങ്ങി. അങ്ങനെ ഞാൻ എടുത്ത് അവസാനം ഞാൻ മാത്രമേ ഇല്ലൂ, എൻ്റെ ടീമേറ്റ് എല്ലാവരും ചത്തു. അവനൊന്ന് അടിക്കാൻ വേണ്ടി ഫേവറേറ്റ് കൊടുത്തതാ, ബട്ട് കാര്യമില്ല. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ നല്ല രീതിക്ക് തോറ്റിട്ടുണ്ട്. അടുത്ത റൗണ്ട് ഞാൻ മാക്കെടുത്ത് ഇതിൻ്റെ പാലത്തിൻ്റെ അടിയിലേ കൂടി പോകാമെന്നായിരുന്നു പ്ലാൻ. അതിലെ തന്നെ ഞാനങ്ങ് പോയി. അങ്ങനെ ഇതിലേ കൂടി അങ്ങ് പോവാം. ഇതിലെ പോയാൽ എനിമീസിനൊന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിലേ പോകുന്നത്. എനിമീസിനൊന്നും ഞാൻ ഇതിലേ വന്നത് അറിഞ്ഞേയില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അവിടെ ഒരു എനിമി നിൽക്കുന്നു. അവനെ റെഡ് കൊടുത്ത് അങ്ങ് അടിച്ചിട്ടു. അവൻ്റെ കില്ല് ഫിനിഷാക്കി. അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കായി. അവനെ റിവ്യൂ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ വരുന്നു. അവനും ഫുൾ റെഡ് കൊടുത്തിട്ട് അങ്ങ് ഫിനിഷാക്കി. എൻ്റെ മെഡടിച്ച് നമ്മളെ ടീമേറ്റ് എന്തൊക്കെയോ പറഞ്ഞത്. അത് ഹിന്ദിയിലായതുകൊണ്ട് പിന്നെ മുമ്പേ എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല. അവൻ എന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഈ റൗണ്ട് നൈസായി ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമ്മുടെ ഓൾഡ് സ്കൂളാണ്, അതായത് നമ്മുടെ പീക്കിലാണ് റൗണ്ട് വരുന്നത്. അതും ഞാൻ ഈ സൈഡേ കൂടി പോവാമെന്ന് കരുതി അതിലേ പോവാം. അങ്ങനെ ഇതിലേ പോയി. ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് കയറിപ്പോയി. പക്ഷെ അവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു എനിമി ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. എന്നെ അവൻ അടിച്ച് നോക്കാക്കി. നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്. നമ്മളെ റാൻഡം പ്ലേയേഴ്സിൻ്റെ കൂടെയാണ് കളിച്ചത്. ഫുള്ള് വന്നത് ബംഗാളീസ് ആണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാത്തത് കൊണ്ട് പിന്നെ എന്തു പറയണമെന്നും അറിഞ്ഞില്ല. ഒരു നോക്ക് നമ്മൾ ടീമേറ്റ് എടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ നോക്ക് ഫിനിഷാക്കി. ഇവൻ നമ്മൾ ടീമേറ്റിനും എടുത്തിട്ടുണ്ട്. എനിമി ഉണ്ട്, ഇവനെയും എടുത്തിട്ടുണ്ട് നമ്മുടെ ടീമേറ്റ്. നമ്മളെ ടീമേറ്റ് കളി എടുക്കുമോ എന്നറിയില്ല ഗൈസ്. ടീമേറ്റ് കയറി പോകുന്നത് കണ്ടു. ടീമേറ്റിന് ഓപ്പോസിറ്റ് വന്നവർ അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-1 എന്ന സ്ഥിതിയിലെത്തി.
അടുത്ത റൗണ്ട് ഞാൻ P90 അയച്ച് ചെല്ലാമെന്ന് കരുതി. അങ്ങനെ ഞാനങ്ങ് കയറിപ്പോയി. എനിക്കാണെങ്കിൽ പിന്നെ പണ്ടേ ഭയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി. പെട്ടെന്നൊരു എനിമി വന്നു. ഞാനങ്ങോടി മെഡ് അടിച്ചിട്ട് മെല്ലെ ഒന്ന് കയറാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ മെല്ലെ ഒന്ന് കയറി നോക്കി. അപ്പോഴേക്കും ഇവിടെ ഒരുത്തനെ കണ്ടു. അവനെ എടുക്കാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മൾ സ്പൈഡറിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ അടിച്ചിട്ട് മറ്റവനെയും കൂടി അടിക്കാമെന്ന് പോയപ്പോഴാണ് നമ്മളെ ടീമേറ്റ് അടിച്ചിട്ട് കണ്ടത്. അവനെയും ഫിനിഷാക്കി കൊടുത്ത് വേറെ 2 പേരും കൂടി ഉണ്ട്. അവരെയും കൂടി എടുക്കാമെന്ന് കരുതി. അങ്ങനെ പോയി. അപ്പോഴേക്ക് അവൻ മുകളിലാണെന്ന് കരുതി മുകളിലേക്ക് പോയി. മുകളിൽ പോയി അവനെ നൈസായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ ഞാൻ P90യും AWയും കൊണ്ടാണ് പോകുന്നത്. എന്താവുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കും നമ്മുടെ ടീമേറ്റ് ലെഫ്റ്റ് സൈഡിലും ഞാൻ റൈറ്റ് സൈഡിലുമായി ഞാൻ ഇങ്ങ് കയറിപ്പോയി. ഇവിടെ ആരും കാണാത്തത് കൊണ്ട് ഞാൻ അങ്ങ് കയറിപ്പോയി. എനിക്ക് മനസ്സിലായി ആ വീട്ടിൻ്റെ മുകളിൽ ഒരു എനിമി ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ സൈഡേ പോകുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അടി കിട്ടിയത്. ഞാൻ മെഡ് അടിച്ചു. എന്നിട്ടങ്ങ് കയറിപ്പോവാമെന്ന് കരുതി. ഒരു ഗ്രനേഡ് ഇറങ്ങി. അപ്പോൾ ടീമേറ്റ് അവനെ നോക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു മെഡ് അടിക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ഇതിട്ടു. ഞാനും എൻ്റെ ടീംമേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പുറം ടീമിലാണെങ്കിൽ 2 പേരുമുണ്ട്. അവനെയും അങ്ങടിച്ച് നോക്ക് ചെയ്ത് ഫിനിഷും ചെയ്തു. അപ്പോഴേക്കും അവൻ്റെ ടീംമേറ്റ് വന്ന് എന്നെ അടിച്ചിട്ട്. നമ്മൾ ടീംമേറ്റ് ഉണ്ട് 1v1 ആണ്. നമ്മൾ ടീംമേറ്റ് എടുക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റിലില്ലാത്ത പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് അവൻ്റെ കളിയും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ ടീംമേറ്റ് എടുക്കുമായിരിക്കും. ബട്ട് അവനെ സ്പൈഡറിൽ കുടുങ്ങി. അവനെയും ഓപ്പോസിറ്റുള്ളവർ അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ 3-2 എന്ന സിറ്റുവേഷനിലെത്തി. ഞാൻ P90 എടുത്തു. അങ്ങനെ ഞാൻ കരുതി നമ്മൾ ടീമേറ്റിൻ്റെ ഒന്നിച്ച് പോവാമെന്ന്. അങ്ങനെ അവൻ്റെ ഒന്നിച്ച് പോയി. ബട്ട് അവൻ എൻ്റെ പുറകിലേ കൂടി വന്നു. ഞാനാണെങ്കിൽ കരുതി ഇവിടെ വെയിറ്റ് ചെയ്യാം എനിക്ക് വേണ്ടിയെന്ന്. ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി ഇവിടെ നിന്നു. ആ ടീമേറ്റിന് കൂട്ടുമ്പോൾ അവൻ നോക്കായതുമാണ് ഞാൻ പെട്ടെന്ന് കണ്ടത്. അടുത്തവനെ നോക്കായി. അപ്പോഴേക്കും സ്പൈഡറിൽ കുടുങ്ങി. പെട്ടെന്ന് എൻ്റെ ഫോൺ ലാഗടിച്ചു. അങ്ങനെ എന്നെ അടിച്ചിട്ട് പിന്നെ ഞാൻ ഊഹിച്ചു കളി പൊട്ടിയെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. കളി ഞങ്ങൾ തോറ്റു.